കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഷഷ്ടിതമോധ്യായഃ. 60-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണനും രുക്മിണിയുമായുള്ള പ്രണയ കലഹമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തമാശ പറഞ്ഞപ്പോൾ രുക്മിണിക്ക് ദേഷ്യമല്ല ഉണ്ടായത്, ദുഃഖമുണ്ടായി. രുക്മിണി മോഹാലസ്യപ്പെട്ട് വീണു. അപ്പോൾ ഭഗവാൻ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞതിന് മറുപടി രുക്മിണി പറയുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി ഭാഗമാണ് തുടരുന്നത്. രുക്മിണി പറയുന്നു, ആശ്രയിക്കാൻ യോഗ്യനായിട്ട് അങ്ങ് മാത്രമല്ലാതെ അന്യരാരും എനിക്ക് ഇല്ല എന്ന പൂർണ്ണ വിചാരത്തോടുകൂടി തന്നെയാണ് ഞാൻ അങ്ങയെ ആശ്രയിച്ചത്. ഇപ്പൊ ഭഗവാൻ പറഞ്ഞിരുന്നു, നിനക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് എന്നെ വിവാഹം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പൂർണ്ണ വിചാരത്തോട് തന്നെയാണ് അങ്ങയെ ആശ്രയിച്ചത്. ഞാൻ മൂലപ്രകൃതിയാണ്. അങ്ങ് ഉദാസീനനാണെങ്കിലും ഭക്തന്മാരിൽ ഉദാസീനനല്ല. അപ്പൊ എന്നെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയിൽ എനിക്ക് പരമ അനുരാഗം ഉണ്ടാക്കിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള മറുപടി ഭഗവാൻ പറയുകയാണ്, നിന്നെ ഞാൻ ദുഃഖിപ്പിച്ചത് ശരിയായില്ല. നിന്റെ മധുരാലാപം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നീ പറഞ്ഞതെല്ലാം സത്യമാണ്. ഏകാന്ത ഭക്തയായിരിക്കുന്ന നിനക്ക് എന്നിൽ ദൃഢമായ ഭക്തി ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിത്യസിദ്ധമായ ഭക്തി രണ്ടാമത് ഞാൻ തരണമെന്നില്ല. ഭഗവാന് രുക്മിണിയോടുള്ള ഈ പ്രണയ കലഹമെന്ന് പറയുന്നത് കേവലം മനുഷ്യനാട്യം മാത്രമാണ്. ഭഗവാൻ വിഷയാസക്തനല്ല, ആത്മാരാമനാണ്. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. കാന്യം ക്ഷേത തവ പാദ സരോജഗന്ധം ആഘ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം തു അവിഗണയ്യ ഗുണാലയസ്യ മർത്യ സദോരുഭയ അർത്ഥ വിവിക്ത ദൃഷ്ടി ക അന്യം ക്ഷയേത തവ പാദ സരോജഗന്ധം ആഘ്രായ സന്മുഖരിതം ജനതാ അപവർഗം ലക്ഷ്മ്യാ ആലയം തു അവിഗണയ്യ ഗുണാലയസ്യ മർത്യ സദ ഉരുഭയം അർത്ഥവിവിക്ത ദൃഷ്ടി. ഗുണാലയസ്യ ഗുണങ്ങളുടെ വാസസ്ഥാനമായിരിക്കുന്ന തവ അങ്ങയുടെ തന്മുഖരിത സന്മുഖരിത സാധുക്കളാൽ വർണ്ണിക്കപ്പെട്ടതും ജനത അപവർഗ ജനസമൂഹത്തിന്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും ലക്ഷ്മ്യാലയം ലക്ഷ്മിയുടെ നിവാസസ്ഥാനവുമായ പാദസരോജഗന്ധം പാദപത്മത്തിന്റെ വാസനയെ ആക്രായ ഘ്രാണിച്ചിട്ട് മണപ്പിച്ചിട്ട് അവിഗണയ്യ അതിനെ ഗണിക്കാതെ സദാ ഉരുഭയം എപ്പോഴും മഹാഭയത്തോടു കൂടിയിരിക്കുന്ന അന്യനെ അർത്ഥവിവിക്ത ദൃഷ്ടി പദാർത്ഥത്തെ വിവേചിച്ചറിയാൻ സാമർഥ്യമുള്ള കാമർത്യ യാതൊരു മനുഷ്യ സ്ത്രീ ശ്രേയ ആശ്രയിക്കും. ബുദ്ധിമതിയായ യാതൊരു സ്ത്രീയും അങ്ങയുടെ പാദപത്മത്തെ അല്ലാതെ മൃത്യുഭയമുള്ള വേറെ ആരെയും ആശ്രയിക്കുകയില്ല. ഇപ്പൊ മറ്റുള്ളവർക്കാണെങ്കിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കെല്ലാം നാശമുണ്ട്, അപ്പൊ അവർക്ക് മൃത്യുഭയമുണ്ട്. പക്ഷെ അങ്ങയ്ക്കാണെങ്കിലോ മൃത്യുഭയമില്ല. അതുകൊണ്ട് അങ്ങയെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. സൗന്ദര്യാദി ഗുണങ്ങളും
ലക്ഷ്മി നിവാസസ്ഥാനമായ അങ്ങയല്ലാതെ മറ്റാരാണ് പൂർണ്ണനായിട്ട് ഇവിടെ ഇരിക്കുന്നത്? എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങളെല്ലാം നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്ന മോക്ഷസ്വരൂപനായ അങ്ങയുടെ പാദപത്മത്തെ മുക്തന്മാരും മുമുക്ഷുക്കളും വിഷയികളും ഒരുപോലെ സേവിക്കുന്നു. അപ്രകാരം ഇരിക്കുന്ന ആ പാദപത്മഗന്ധത്തെ സാക്ഷാത്തായി അനുഭവിച്ച ബുദ്ധിമതിയായ യാതൊരു സ്ത്രീ അതിനെ ഉപേക്ഷിച്ച് എപ്പോഴും മരണഭീതിയോടിരിക്കുന്ന മറ്റു മനുഷ്യരെ ആശ്രയിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നീ ശിശുപാലനാണ് നിനക്ക് ഏറ്റവും യോജിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരെ ആശ്രയിച്ചിട്ട് എന്താണ് കാര്യം? മോക്ഷപ്രദനായ ഭഗവാൻ ഇരിക്കുമ്പോൾ അവരെ ആശ്രയിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറയുകയാണ്. കാന്യം ശ്രയേത തവ പാദ സരോജഗന്ധം ആക്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാസദോ ഉരുഭയ അർത്ഥവിവിക്ത ദൃഷ്ടി. ശ്ലോകം 42. തം ത്വാ അനുരൂപം അഭജം ജഗതാമധീശം ആത്മാനമത്ര ച പരത്ര ച കാമരൂരം സ്യാന്മേതവാഘ്രിരണം ക്ഷിതിഭിർഭ്രമന്ത്യ യോ വൈ ഭജന്തമുപയാത്യ അനൃതാപവർഗഃ. തം തു അനുരൂപം അഭജം ജഗതാം അധീശം. ജഗതാം അധീശം ലോകങ്ങളുടെ നാഥനും ആത്മാനം അത്ര ച പരത്ര ഇഹത്തിലും പരത്തിലും കാമപൂരം കാമങ്ങളെ ആത്മാനം അഖിലങ്ങളുടെ ഉള്ളിൽ അന്തര്യാമിയായി ഇരിക്കുന്നവനും അനുരൂപം സദൃശനുമായ തം ത്വാം ആ അങ്ങയെ അഭജം ഞാൻ ആശ്രയിച്ചു. അപ്പോൾ എല്ലാ ലോകങ്ങളുടെ അധീശനായിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ വസിക്കുന്ന അങ്ങയെ തന്നെയാണ് ഞാൻ ആശ്രയിച്ചത്. അനൃതാപവർഗം അസത്തായ ദേഹാദി വിഭ്രാന്തികളുടെ നാശത്തിനാസ്പദമായ യഹവൈ യാതൊന്ന് ഭജിക്കുന്നവനെ ഉഭയാദി പ്രാപിക്കുമോ ശ്രുതിഭിഹി ജന്മാദി കൊണ്ടും പ്രമന്ത്യാഹ ഭ്രമിക്കുന്ന മേ എനിക്ക് തവാഘ്രി അങ്ങയുടെ പാദം അരണം ശരണമായിട്ട് സ്യാദ് ഭവിക്കണമേ. അപ്പൊ സർവസന്താപങ്ങളെ നശിപ്പിക്കുന്ന യാതൊരു പാദപത്മം ഭജിക്കുന്നവരുടെ സമീപത്തിൽ നിന്നും വിട്ടുപോകാതെ എപ്പോഴും അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ നിന്ദിലോടിയുടെ പാദപത്മത്തെ ഞാൻ ശരണമായി പ്രാപിക്കുന്നു. എനിക്ക് മേലിൽ ഏത് ജന്മം കിട്ടിയാലും അതിലൊക്കെ അങ്ങ് തന്നെ ശരണമായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തം ത്വാനുരൂപം അഭജം ജഗതാമധീശം ആത്മാനമത്ര ച പരത്ര ച കാമരൂപം സ്യാന്മേതവാഘ്രിരണം ശ്രുതിഭിർഭ്രമന്ത്യ യോ വൈ ഭജന്തമുപയാത്യ അനൃതാപവർഗഃ. ശ്ലോകം 43. തസ്യാസുരച്യുത നൃപ ഭവതോപദിഷ്ട സ്ത്രീണാം ഗൃഹേഷു ഖരഗോ ശ്വബിഡാലഭൃത്യ യത്കർണമൂലം അരികർഷണ നോപായാത് യുഷ്മത്കഥ മൃഡവിരിഞ്ച സഭാസു ഗീത. തസ്യാഹ സ്യുഹു അച്യുത നൃപ ഭവത ഉപദിഷ്ടാഹ സ്ത്രീണാം ഗൃഹേഷു ഖര ഗോ ശ്വ ബിഡാല ഭൃത്യാഹ യത് കർണമൂലം അരികർഷണ ന ഉപായാത് യുഷ്മത്കഥ മൃഡവിരിഞ്ച സഭാസു ഗീത. അരികർഷണ ഹേ ശത്രുനാശന. അരി എന്ന് വെച്ചാൽ ശത്രു. മൃഡവിരിഞ്ച സഭാസു ശിവന്റെയും ബ്രഹ്മാവിന്റെയും സഭകളിൽ ഗാനം ഗീത ഗാനം ചെയ്യപ്പെടുന്ന യുഷ്മത് കഥ അങ്ങയുടെ കഥ യത് കർണമൂല യാതൊരുത്തിയുടെ കാതുകളെ ന ഉപയായാത് രസിപ്പിക്കുന്നില്ലയോ.
അങ്ങയുടെ കഥ ആരുടെ കാതുകളെ രസിപ്പിക്കുന്നില്ലയോ? അച്യുതാകെ നാശരഹിത ഭവത അങ്ങയാൽ ഉപദിഷ്ടാക ഉപദേശിക്കപ്പെട്ടവരും സ്ത്രീണാം സ്ത്രീകളുടെ ഗൃഹേഷു ഭവനങ്ങളിൽ ഖര ഗോശ്വ ബിഡാല ഭൃത്യ ഖര കഴുത, ഗോ കാള, ശ്വ 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 എന്ന് പറഞ്ഞ പട്ടി, ബിഡാല പൂച്ച, ഭൃത്യ ഇവർക്ക് തുല്യരായ നൃപ രാജാക്കന്മാർ തസ്യ അവൾക്ക് സ്യു ഭവിക്കട്ടെ. അതായത് സ്ത്രീകളുടെ ഭവനങ്ങളിൽ ചവിട്ടുകൊണ്ടാലും വിട്ടുപോകാതെ കഴുതകളെ പോലെ അവിടെ തന്നെ വസിക്കുന്നവരും, കാളകളെ പോലെ അവരുടെ ഭാരം വഹിക്കുന്നവരും, നായ്ക്കളെ പോലെ അവർ പറയുന്നതനുസരിച്ച് കഴിയുന്നവരും, പൂച്ചകളെ പോലെ അവരുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവരും, ഭൃത്യന്മാരെ പോലെ അവർ പറയുന്ന കൽപ്പനകൾ കാത്തുകൊണ്ടിരിക്കുന്നവരുമായ രാജാക്കന്മാർ, ബ്രഹ്മ ശിവൻ മുതലായവർക്കു കൂടി കർണാനന്ദകരമായിരിക്കുന്ന അങ്ങയുടെ കഥ കേൾക്കാത്തവളായ സ്ത്രീയുടെ ഭർത്താക്കന്മാരായിട്ട് ഭവിക്കട്ടെ. അല്ലാതെ എന്റെ ഭർത്താവായിട്ട് ഈ ശിശുപാലാദികളൊന്നും ഭവിക്കണ്ട എന്ന് പറയുന്നു. ഭഗവാന്റെ കഥകൾ കേൾക്കാത്തവർക്ക് ഭർത്താവായിട്ട് ഭവിക്കട്ടെ. അവൾ ഭഗവാന്റെ കഥാശ്രവണത്തിന് പുണ്യമല്ലാതെ വരുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ സംസർഗം കിട്ടുക. എന്നെ പോലുള്ളവർക്ക് ആവിധം ദുഷ്ടസംസർഗം സിദ്ധിക്കാൻ ഇടവരില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാന്റെ കഥ കേൾക്കാത്തവർക്ക് ആ ശിശുപാലനെ പോലെയുള്ള രാജാക്കന്മാരുടെ സംസർഗം മതി, എന്നെ പോലുള്ളവർക്ക് വേണ്ട. തസ്യാസുരച്യുത നൃപാ ഭവതോപദിഷ്ട സ്ത്രീണാം ഗൃഹേഷു ഖരഗോഷു ബിഡാലഭൃത്യ തത്കർണമൂലമരികർഷണനോപായയാ യുഷ്മത്കഥാമൃഡവിരിഞ്ച സഭാസു ഗീത. അപ്പോ പറയണ അരികർഷണ ശത്രുനാശന മൃഡവിരിഞ്ച സഭാസു, ശിവന്റെയും ബ്രഹ്മാവിന്റെയും സഭകളിൽ ഗീത ഗാനം ചെയ്യപ്പെടുന്ന യുഷ്മത് കഥ അങ്ങയുടെ കഥ യത്തത് കർണമൂലം യാതൊരുത്തിയുടെ കാതുകളെ ന ഉപായ രസിപ്പിക്കുന്നില്ലയോ? അച്യുത ഏ നാശരിത ഭവത അങ്ങയാൽ ഉപദിഷ്ട ഉപദേശിക്കപ്പെട്ടവരും സ്ത്രീണാം സ്ത്രീകളാൽ ഗൃഹേഷു ഭവനങ്ങളിൽ ഖരഗോശ്വ ബിഡാല ഭൃത്യ കഴുത കാള നായ് പൂച്ച ഭൃത്യൻ ഇവർക്ക് തുല്യരായ നൃപ രാജാക്കന്മാർ സ്യ അവർക്ക് സ്യു ഭവിക്കട്ടെ. അപ്പൊ ഈ രാജാക്കന്മാരെല്ലാം അങ്ങയുടെ കഥ കേൾക്കാത്തവർക്ക് മതി. അതായത് കഴുതകളെ പോലെയും പട്ടികളെ പോലെയും വാലാട്ടി ഒക്കെ നടക്കുന്നില്ലേ, അവർക്ക് മതി എന്നാണ്. ശ്ലോകം 44. ത്വക്സ്മശ്രുരോമ നഖകേശ വിനദ്ധമന്തർ മാംസാസ്തിരക്ത കൃമിവിട് കഫപിത്തവാദം ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢ യാതേ പദാബ്ജ മകരന്തം അജിഘ്രതി സ്ത്രീ. ത്വക് ശ്മശ്രു രോമ നഖകേശ പിനദ്ധം അന്തർ. മാംസ അസ്ഥി രക്ത കൃമിവിട് കഫപിത്തവാദം. അപ്പൊ ശരീരം എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ത്വക്ക് തോല്, ശ്മശ്രു രോമങ്ങള്, നഖ, കേശ പിനത്തം തലമുടി ഇവയാൽ മറയ്ക്കപ്പെട്ടതും. ഇനി ഉള്ളിലോ അന്തഹ മാംസം അസ്ഥി രക്തം കൃമി വിഡ് മലം കഫം പിത്തം വാദം. ശരീരത്തിന് ഉള്ളിൽ ഇതൊക്കെയാണ് ഇരിക്കുന്നത്. പുറത്ത് തോല്, രോമങ്ങൾ, നഖങ്ങൾ, ഇതൊക്കെ. ഇവയോടുകൂടിയ ജീവച്ഛവം ജീവിച്ചിരിക്കുന്ന ശവത്തെ ഭജതി കാന്തിമതിർ വിമൂഢ കാന്തിമതി കാന്തൻ എന്ന ബുദ്ധിയോടുകൂടി ഭജിക്കുന്നു. അവരെങ്ങനെയാണ്? യാ സ്ത്രീ യാതൊരു സ്ത്രീ നിന്തിരുവടിയുടെ പാദാബ്ജ മകരന്തം പാദപത്മ മകരന്തത്തെ അജിഘ്രതി ക്രാണിക്കാത്തവളാണോ
വിമൂഢ അറിവില്ലാത്ത സാവൾ. ഭഗവാന്റെ പാദ കമലത്തെ ഭജിക്കാത്ത അറിവില്ലാത്തവർ ആരെ ഭജിക്കുന്നു? പുറത്ത് തോലും മുടികളും നഖങ്ങളും അകത്ത് രക്തവും മാംസവും ഒക്കെ ഉള്ള ഒരു ശവത്തെയാണ് ഭജിക്കുന്നത്. അപ്പൊ ഭഗവാനെ, സച്ചിദാനന്ദ സ്വരൂപയായ ഭഗവാനെ ഭജിക്കാത്തവർ എല്ലാം ആരെയാണ്? ശരീരത്തെ, അതായത് ഈ ശവമായ ശരീരത്തെ, മലമൂത്രമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ ശരീരത്തെ കാന്തൻ എന്നുള്ള വിചാരത്തോടെ അവർ സേവിക്കുന്നു. ഇപ്പൊ പുറമേ കാണുന്ന ആ പകിട്ടാണ് ആ മനുഷ്യൻ എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ത്വക്സ്മശ്രോരോമ നഖ കേശഭിനദ്ധമന്ത മാംസാസ്തി രക്തകൃമിവിട് കഫപിത്തവാദം ജീവച്ഛവം ഭജതി കാന്തിമതിർവിമൂഢ യാത്തേ പദാബ്ജ മകരന്തം അജിക്രതി സ്ത്രീ. ശ്ലോകം 45. അസ്ത്വംബുജാക്ഷ മമതേ ചരണാനുരാഗ ആത്മന്യതസ്യ മൈച അനതിരിക്ത ദൃഷ്ടേ യർഹസ്യ വൃദ്ധയ ഉപാത്തരജോതി മാത്രോ മാമീക്ഷസേ തദുഹ ന പരാനുകമ്പ. അസ്തു അംബുജാക്ഷേ താമരക്കണ്ണ മൈച എന്നിലും അനതിരിക്ത ദൃഷ്ടേ അതിശയ ദൃഷ്ടിയോട് കൂടാത്തവനും ആത്മൻ രഥസ്യ ആത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവനുമായ തേ അങ്ങയുടെ ചരണാനുരാഗ ചരണത്തിൽ അനുരാഗം മമ എനിക്ക് അസ്തു ഭവിക്കട്ടെ. അങ്ങയുടെ കാൽപാദങ്ങളിൽ എനിക്ക് പ്രേമ ഭക്തി ഉണ്ടാകട്ടെ. തസ്യ ഇതിന്റെ വൃദ്ധയെ വൃത്തിക്കായിക്കൊണ്ട് ഉപാത്തരജോ അതിമാത്ര ഉപാത്ത രജോ അതിമാത്ര സ്വീകരിക്കപ്പെട്ട രജസിനാൽ വർദ്ധിക്കപ്പെട്ടവനായിട്ട് മാം എന്നെ ഈക്ഷസയർഹി നോക്കുന്നുവെങ്കിൽ തതുവു അത് തന്നെ നഹ ഞങ്ങൾക്ക് പരമാനുകമ്പ ഏറ്റവും ദയ. വളരെ സന്തോഷം. ഉദാസീനനായ എന്നെ സേവിച്ചിട്ട് എന്ത് ഫലം? ഭഗവാൻ പറഞ്ഞില്ലേ, ഞാൻ ഉദാസീനനാണ്, എന്നെ സേവിച്ചിട്ട് ഒരു ഫലവും ഇല്ല എന്ന് പറയുന്നതിന് ഉള്ള മറുപടിയാണ് പറയുന്നത്. അങ്ങ് ഉദാസീനനാണ്, ആത്മാവിൽ രമിക്കുന്നവനാണെങ്കിലും ഞാൻ മൂലപ്രകൃതിയാണ്. എന്നിൽ എപ്പോഴും അങ്ങയുടെ വിശേഷ ദൃഷ്ടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങയുടെ ഉദാസീനത്തിൽ യാതൊരു കുറവും ഉണ്ടായിരിക്കുകയില്ല. ആ വിധമിരിക്കുന്ന അങ്ങയുടെ പാദപത്മത്തിൽ എനിക്ക് സർവദാ അനുരാഗം ഭവിക്കട്ടെ. അസ്ത്വംബുജാക്ഷ മമതേ ചരണാനുരാഗ ആത്മന്റെ തസ്യ മൈച അനതിരിക്ത ദൃഷ്ടേ യർഹ്യസ്യ വൃദ്ധയ ഉപാതരജോതി മാത്രോ മാമീക്ഷസേ തദുഹന പരമാനുകമ്പാം. ശ്ലോകം 46. നൈവാളീകാമഹം മന്യേ ഭജസ്തേ മധുസൂദന അംബായാം ഇഹ ഹി പ്രായ കന്യായാ സാതിരജിക്കുജേ ന ഏവ അളീകം അഹം മന്യേ വജഹ തേ മധുസൂദന. മധുസൂദന, ഹേ മധു എന്ന അസുരനെ നശിപ്പിച്ചവനെ, തേ അങ്ങയുടെ വജഹ വാക്ക്, അളീകം വ്യാജമായിട്ട്, അഹം ഞാൻ, ന ഏവമന്യേ വിചാരിക്കുന്നില്ല. അങ്ങ് പറഞ്ഞതൊന്നും കളവൊന്നുമല്ല. പ്രായേണ കന്യകയായിരിക്കുന്ന അമ്പായ ഇവ അമ്പയ്ക്കെന്ന പോലെ ക്വചിത് ഒരുവനിൽ രതിഹീസ്യാൽ ഉണ്ടാകും. അപ്പൊ സദൃശനായിരിക്കുന്ന പതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞത് അങ്ങയുടെ വാക്ക് കേവലം അസത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞില്ലേ, നിനക്ക് അല്ല ഞാൻ സദൃശനായവന് വേണം ഭർത്താവായി വരിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോകത്തിൽ എല്ലാ സ്ത്രീകൾക്കും എല്ലാവരിലും മതി ഉണ്ടാകുക പതിവില്ല. ചില സ്ത്രീകൾക്ക് ഒരാളിൽ മാത്രമേ ആഗ്രഹം തോന്നുകയുള്ളൂ. അതാണ് ഇവിടെ അമ്പയുടെ കാര്യം പറഞ്ഞത്. കാശി രാജാവിന്റെ മക്കളായ അംബ, അംബാലിക, അംബിക എന്ന് 3 പുത്രന്മാരിൽ അംബയ്ക്ക് മാത്രമാണ് ശാല്യ രാജാവിൽ രതി ജനിച്ചുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ ഭീഷ്മൻ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ
വിചിത്രവീര്യന് വേണ്ടി ഭീഷ്മ ഈ കാശി രാജാവിന്റെ 3 മക്കളെയും പിടിച്ചുകൊണ്ടുവന്നപ്പോൾ അംബ മാത്രം പറഞ്ഞു, ഞാൻ ശാല്വനുമായിട്ട് സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അംബയ്ക്ക് മാത്രമേ അങ്ങനെ ഒരാളിൽ ശാല്വനിൽ രതി ജനിച്ചുള്ളൂ. അതുപോലെ ഓരോ കന്യകമാർക്കും ഓരോരുത്തരിൽ രതി ജനിച്ചു കാണുന്നത് ലോകത്തിൽ അസാധാരണമല്ല. അപ്പൊ എനിക്ക് അങ്ങയിലാണ് രതി ഉണ്ടായത് എന്ന് പറയുകയാണ്. നൈവാളികമഹം മന്യേ വജസ്തേ മധുസൂദന അമ്പായായി വിഹഹി പ്രായ കന്യായാസാദ്രതി ക്വചേത്. ശ്ലോകം 47. വ്യൂഢായ ചാപി പുഞ്ചല്യ മനോഭ്യേദിനവന്നവം ബുധോ അസദീംന ബിപ്രിയ താം ബിഭ്രത് ഉഭയച്യുതഃ. വ്യൂഢായ ച അഭി, വ്യൂഢായ അഭി വിവാഹം ചെയ്യപ്പെട്ടവളെങ്കിലും പുഞ്ചല്യാക പുഞ്ചലിയുടെ, അതായത് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയുടെ മനഃ മനസ്സ് നവം നവം പുതിയ പുതിയ പുരുഷനെ അഭ്യതി പ്രാപിക്കുന്നു. അപ്പൊ വേശ്യയായ സ്ത്രീയാണെങ്കിൽ വിവാഹം കഴിച്ചാലും അവൾ വീണ്ടും വീണ്ടും മറ്റു പുരുഷന്മാരെ അന്വേഷിച്ചു പോകും. ബുധഹ വിദ്വാൻ അസതിയും പാതിവൃത്യമില്ലാത്ത അവളെ നബിപ്രിയ ഭരിക്കരുത്. വിദ്വാൻമാർ അങ്ങനെയുള്ളവരുടെ വിവാഹം കഴിക്കരുത്. താം അവളെ ബിഭ്രത് ഭരിക്കുന്നവനായിട്ട് ഉഭയച്യുതഃ 2 ലോകത്തിൽ നിന്നും ഭ്രംശിച്ചവനായി ഭവിക്കുന്നു. അപ്പൊ വ്യഭിചാരിണിയായ സ്ത്രീയെ വിവാഹം ചെയ്താൽ അവൾ വീണ്ടും വീണ്ടും പുതിയ ആളുകളെ അന്വേഷിച്ച് പോകും. അപ്പൊ അവളെ രക്ഷിക്കുന്നവന് ഇഹലോകത്തിലും പരലോകത്തിലും സുഖം സിദ്ധിക്കുകയില്ല. ഞാൻ അപ്രകാരമുള്ള ഒരു പുഞ്ചലി അല്ല, വ്യഭിചാരിണി അസതി അല്ല. എന്തുകൊണ്ടെന്നാൽ സർവജ്ഞനും സർവേശ്വരനും സർവ അന്തര്യാമിയായിരിക്കുന്ന അങ്ങയാൽ സ്വീകരിക്കപ്പെട്ടവളായി ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതുപോലുള്ള സ്ത്രീ അല്ല. വ്യൂഢായ ചാപി പുഞ്ചല്യ മനോഭേദിനവന്നവം ബുധോസദീംന ബിപ്രിയ താം ബിഭ്രത് ഉഭയച്യുതഃ. ശ്ലോകം 48. ശ്രീ ഭഗവാൻ വാച സാത്വേതത് ശോതുകാമൈസ്ത്വം രാജപുത്രീ പ്രലംബിത മയോദിതം യദന്യാഥ സർവം തത് സത്യമേവ ഹി സാധ്വി ഏതത് ശോതു കാമൈഹി ത്വം. സാധ്വി ഏതത് ശോതുകാമൈഹി ത്വം. സാധ്വി ഹേ പതിവ്രതേ. ഇപ്പൊ ഭഗവാൻ ഇതിനൊക്കെ മറുപടി പറയാണ്. രാജപുത്രി ഹേ രാജകുമാരി, ഏതത് ഇതിനെ ശോതുകാമൈ കേൾക്കാനുള്ള ആഗ്രഹമുള്ള ഞങ്ങളാൽ ത്വം നീ പ്രലംബിത പരിഹസിക്കപ്പെട്ടു. മയ എന്നാൽ ഉദിതം പറയപ്പെട്ടത് അന്വാഥായത് അനുവദിച്ചുവെന്നത് യാതൊന്നോ തത് അത് സർവം എല്ലാം സത്യമേവഹി സത്യം തന്നെയാണ്. അപ്പൊ ഭഗവാൻ അതിന് മറുപടി പറയാണ്, അല്ലയോ സാധ്വി രാജപുത്രി, നിന്നെ ദുഃഖിപ്പിച്ചത് ഉചിതമായില്ല. എങ്കിലും നിന്റെ ആ മധുരാലാപം കേൾക്കാനുള്ള ആഗ്രഹത്താലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഞാനൊരു തമാശയാണ് പറഞ്ഞത്. എന്റെ വാക്കിന് നീ ചെയ്ത വ്യാഖ്യാനം എത്രയും അനുസരിച്ചും സത്യം തന്നെയാണ്. അപ്പൊ നീ എന്റെ വാക്കിന് പറഞ്ഞ മറുപടിയെല്ലാം സത്യം തന്നെയാണ്. ശ്രീ ഭഗവാൻ വാച സാധ്യേത ശോതുകാമൈസ്ത്വം രാജപുത്രീ പ്രലംബിത മയോദിതം യദന്വാഥ സർവം തത് സത്യമേവ ഹി. ശ്ലോകം 49. യാൻ കാമയസേ കാമാൻ മയ്യ കാമായ ഭാമിനി സന്ധിഹി ഏകാന്ത ഭക്തായ സ്തവ കല്യാണി നിത്യത. യാൻ കാമയസേ കാമാൻ മൈ അകാമായ ഭാമിനി. ഭാമിനി ഹേ ഉത്തമേ, അകാമായ കാമങ്ങളുടെ നാശനത്തിനായിക്കൊണ്ട് മൈ എന്നിൽ യാൻ കാമാൻ ഏതെല്ലാം കാമങ്ങളെ യാതൊരു നീ കാമയസെ കാമിക്കുന്നുവോ കല്യാണി ഹേ ശോഭനെ ഏകാന്ത ഭക്തയാ സ്ഥിരഭക്തിയുള്ള തവ നിനക്ക് നിത്യത എല്ലായ്പ്പോഴും സന്ധി ഉണ്ട് ഹി നിശ്ചയം.
അപ്പം നിനക്ക് അന്യ വിഷയങ്ങളിൽ ആശയില്ലാതെ നീ എന്നിൽ അനുരാഗവും എന്റെ പാദഭക്തിയും ആഗ്രഹിക്കുന്നു. ഉത്തമേ ശോഭനെ, ഏകാന്ത ഭക്തയായിരിക്കുന്ന നിനക്ക് എന്നിൽ ദൃഢമായ ഭക്തി ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിത്യസിദ്ധമായ ഭക്തി രണ്ടാമത് ഞാൻ നിനക്ക് നൽകണമെന്നില്ല. അപ്പൊ അങ്ങയുടെ പാദത്തിൽ എനിക്ക് ഉറച്ച ഭക്തി ഉണ്ടാകണേ, എല്ലാ ജന്മത്തിലും ഉണ്ടാകണേ എന്നാണ് രുക്മിണി പ്രാർത്ഥിച്ചത്. അപ്പൊ പറയാണ്, നിനക്ക് ഇപ്പോൾ തന്നെ ഏകാന്ത ഭക്തിയുണ്ട്, ഇനി ഒന്നുകൂടെ നിനക്ക് രണ്ടാമത് ഉറച്ച ഭക്തി തരേണ്ട ആവശ്യമില്ല. യാൻ കാമയസേ കാമാൻ മയ്യകാമായ ഭാമിനി സന്ധിഹി ഏകാന്ത ഭക്തായ സ്തവ കല്യാണി നിത്യത. ശ്ലോകം 50. ഉപലബ്ധം പ്രതിപ്രേമ പ്രാതിവൃത്യം ച തേനഖേ യദ്വാക്യശ്ചാല്യമാനായ നധീർമയ്യപകർഷിതാം. ഉപലബ്ധം പ്രതിമേ പ്രതി പതിപ്രേമ പ്രാതിവൃത്യം തേ അനഘേ. അനഘേ പാപമില്ലാത്തവളെ, ദോഷമില്ലാത്തവളെ. പതിപ്രേമ ഭർത്തൃസ്നേഹവും പാതിവൃത്യവും തേ നിനക്ക് ഉപലബ്ധം നിനക്ക് സിദ്ധമായിട്ടിരിക്കുന്നു. യാതൊന്ന് ഹേതുവായിട്ട് വാക്യൈഹി വാക്യങ്ങളാൽ ചാല്യമാനായ തേ ചലിക്കപ്പെട്ടവളായ നിന്റെ ധീ ബുദ്ധി മയി എന്നിൽ ന അപകർഷിത അപകർഷത്തെ പ്രാപിച്ചിട്ടില്ല. നിനക്ക് എന്നിൽ പരമപ്രേമവും നീ പതിവ്രതയുമാണ്. നിന്റെ ബുദ്ധിയെ ഇളക്കി തീർക്കാൻ എത്ര ശ്രമിച്ചിട്ടും നിനക്ക് എന്നിലുള്ള പരമ ഉത്കൃഷ്ട ഭാവത്തിന് ലേശവും കുറവുണ്ടായിട്ടില്ല. അപ്പൊ നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി, ദേഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിന്റെ ബുദ്ധിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഉപലബ്ധം പതിപ്രേമ പാതിവൃത്യം ച തേനഖേ യദ്വാക്യചാല്യമാനായ നധീർമയ്യപകർഷിതാം. ശ്ലോകം 51. യേ മാം ഭജന്തി ദാമ്പത്യേ തപസാ വ്രതചര്യയാ കാമാത്മനോ അപവർഗേശം മോഹിത മമ മായയാം. യേ മാം ഭജന്തി ദാമ്പത്യേ തപസാ വ്രതചര്യയാ കാമാത്മനഃ അപവർഗ ഈശം മോഹിത മമ മായയ. കാമാത്മന കാമശീലരായ ഏതൊരുത്തർ ദാമ്പത്യേ ദമ്പതി സുഖത്തിനു വേണ്ടി തപസ്സുകൊണ്ടും വ്രതചര്യ കൊണ്ടും അപവർഗ ഈശം മോക്ഷത്തിന്റെ എന്നെ ഭജിക്കുന്നു. മമ എന്റെ മായയാൽ മോഹിക്കപ്പെട്ടുമിരിക്കുന്നു. അപ്പൊ സകാമ ഭക്തന്മാരെ പറ്റി പറയുകയാണ്. ഭാര്യാഭർത്തൃ സുഖം എന്ന് പറയുന്നത് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മോക്ഷദാതാവായ എന്നെ യാതൊരുത്തൻ തപസ്സും വ്രതവും അനുഷ്ഠിച്ച് സേവിക്കുന്നുവോ അവർ എന്റെ മായാശക്തിയാൽ മോഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്നെ പ്രാപിക്കാൻ വേണ്ടി പലരും തപസ്സൊക്കെ അനുഷ്ഠിക്കും, പക്ഷെ അവരെന്റെ മായാശക്തിയിൽ ഭ്രമിച്ചു പോകും. പക്ഷെ നിനക്ക് അങ്ങനെയുള്ള ഒരു ഭ്രമവും ഇല്ല. ഏമാ ഭജന്തി ദാമ്പത്യേ തപസാ വ്രതചര്യയാ കാമാത്മനോ അപവർഗേശം മോഹിത മമ മായയാം. ശ്ലോകം 52. മാം പ്രാപ്യ മാനിന്യ അപവർഗ സമ്പദം വാഞ്ചന്തി യേ സമ്പദ ഏവ തത്പതിം തേ മന്ദഭാഗ്യം നിരയേപി യേ നൃണാം മാത്രാത്മകത്വാ നിരയ സുസംഗമഃ. മാം പ്രാപ്യ മാനിനി അപവർഗ സമ്പദം. മാനിനി സുന്ദരി, അപവർഗ സമ്പദം പതിം. മോക്ഷ ലക്ഷ്മി നിവാസഭൂതനായ മാം എന്നെ പ്രാപിച്ചിട്ട് യാതൊരുത്തൻ തത് സമ്പദ ഏവ ആ സമ്പത്തിനെ തന്നെ. അപ്പോ ലക്ഷ്മി എന്നിലാണ് വസിക്കുന്നത്. അപ്പൊ ലക്ഷ്മി നിവാസ സ്ഥാനമായിരിക്കുന്ന എന്നെ പ്രാപിച്ചിട്ട് സമ്പത്തിനെ തന്നെ വാഞ്ചന്തി ആഗ്രഹിക്കുന്നുവോ തേ അവർ ഭാഗ്യം കുറഞ്ഞവരാണ്. അപ്പൊ പരമാനന്ദ സ്വരൂപമായ മോക്ഷം നൽകാൻ സമർത്ഥനും സമ്പത്തിന്റെ നാഥനുമായിരിക്കുന്ന എന്നെ സിദ്ധിച്ചിട്ടും യാതൊരുത്തൻ മോക്ഷം ആഗ്രഹിക്കുന്നില്ലയോ? നിസ്സാരമായ തുച്ഛമായ ഐശ്വര്യങ്ങളും ധനങ്ങളും ആഗ്രഹിക്കുന്നുവോ? അവർ ഭാഗ്യഹീനരാണ്. യാതൊന്നുകൾ മനുഷ്യർക്ക് മാത്ര ആത്മകത്വ വിഷയസ്വരൂപങ്ങളായ ഹേതുവാൽ നിരയേവി നരകത്തിലും സ്വീഭവിക്കും. നരകം
സുസംഗമഃ എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയുന്നതുമാകുന്നു. അപ്പൊ മനുഷ്യർ വിഷയസുഖങ്ങൾ ആഗ്രഹിക്കുമ്പോൾ വിഷയസുഖങ്ങൾ ഭ്രമിച്ച് അവസാനം മൃഗങ്ങളുടെയൊക്കെ യോനികളിൽ ജനിക്കാനിട വരുന്നു. അവർക്കും പന്നിയായിട്ടൊക്കെ ജനിച്ചാലും അവയ്ക്കും അവ പരമാനന്ദം അനുഭവിക്കുകയാണ്. വിഷയസുഖം അവ അനുഭവിക്കുന്നു. അങ്ങനെ വിഷയസുഖം സുലഭമായിരിക്കെ ഉത്കൃഷ്ടമായിരിക്കുന്ന മനുഷ്യജന്മത്തിലും ഈ വിഷയസുഖത്തെ തന്നെ സർവോപരി സ്നേഹിക്കാൻ മായാമോഹിതരാണ് അവര്. ഇപ്പൊ മൃഗങ്ങളും ഇപ്പോ പന്നിയൊക്കെ ആണെങ്കിലും അത് മലത്തിലൊക്കെയാണ് കിടന്നെങ്കിലും അവിടെ അത് ആനന്ദം അനുഭവിക്കുകയാണ്. അപ്പൊ അവയ്ക്ക് വിവേകബുദ്ധിയില്ല, എന്നാൽ മനുഷ്യന് വിവേകബുദ്ധിയുണ്ട്. എന്നിട്ടും മനുഷ്യർ വീണ്ടും വിഷയസുഖങ്ങളിൽ തന്നെ ഇരുന്നാൽ അവരെന്താണ്? മായാമോഹിതരാണെന്ന് പറയാം. അതിനാൽ എന്നെ സർവോത്കൃഷ്ട സുഖസ്ഥാനമായി കരുതി സേവിക്കുന്ന നിന്നെ പോലുള്ളവർ മായാമോഹത്തിൽ നിന്ന് അതിക്രമിച്ച ധന്യകൾ തന്നെയാണ്. മാം പ്രാപ്യമാനിനി അപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ തത്പതിം ഹേമന്തഭാഗ്യ നിരയേ പിയേ നൃണാം മാത്രാത്മകത്വ നിരയസ്സു സംഗമഃ. ശ്ലോകം 53. ദിഷ്ട്യാ ഗൃഹേശ്വര്യ അസകൃത്മയി ത്വയാ കൃത്യാനുവൃത്തിർഭവമോചനീഖലൈ സുദുഷ്കരാസൗ സുതരാം ദുരാശിഷോ ഹി അസുംഭരായ നികൃതിഞ്ചുഷാ സ്ത്രീയാഹ. ദിഷ്ടേ ഗൃഹേ ഈശ്വര ഗൃഹേശ്വര്യ അസകൃത്മയി. ഗൃഹേശ്വരി അസകൃത് മയി. ഗൃഹേശ്വരി ഹേ ഗൃഹനായികേ ഖലൈഹി ദുർജനങ്ങളാൽ സുദുഷ്കര. മൂന്നാമത്തെ ലൈനാണ്. സുദുഷ്കര അസൗ സാധിക്കാത്തതും ഭവമോചിനി സംസാരബന്ധത്തെ നശിപ്പിക്കുന്നതുമായ മൈ എന്നിൽ അനുവൃത്തി അനുകരണം അസകൃത് എല്ലായ്പ്പോഴും ത്വയാ നിന്നയാൽ കൃത ചെയ്യപ്പെട്ടു. അപ്പോൾ ഐഹിക ഭോഗാശയോട് കൂടാതെ എന്നിൽ നിരന്തരം പരമപ്രേമം വച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നിനക്ക് ഇനി സംസാര ബന്ധം ഉണ്ടാവുകയില്ല. ത്വയാ നിന്നാൽ ചെയ്യപ്പെട്ടു. അപ്പൊ എന്നിൽ നീ ഉറച്ച ഭക്തി പരമപ്രേമം വച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൃഷ്ടി അഭദ്രം അസൗ ഇത് ദുരാശിഷ ദുരഭിപ്രായത്തോടു കൂടിയവളും നികൃതിഞ്ച ജുഷ വഞ്ചന തൽപരയും അസുംഭരായ ശാരീരിക സുഖങ്ങൾ മാത്രം താൽപര്യം അധികരിച്ചവളുമായ സ്ത്രീക്ക് സുതരാം ഏറ്റവും സുദുഷ്കരം അസാധ്യമാകുന്നു. അതായത് ദുർവിഷയങ്ങളിൽ ആഗ്രഹം കൂടുതലായി ഇന്ദ്രിയ സുഖം സർവദാ കാക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പരവഞ്ചന മുതലായ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും നിഷ്കാമ ഭക്തി ഉണ്ടാവുകയില്ല. എന്നിൽ പരമമായ പ്രേമം ഉണ്ടാവുകയില്ല. അപ്പൊ വിഷയങ്ങളിലോട്ട് മനസ്സ് വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഭഗവാനിൽ ഭക്തി ഉറയ്ക്കുകയില്ല. ദൃഷ്ടാഗൃഹേശ്വര്യ അസകൃത് മയി സ്ത്വയാ കൃതാനുവൃത്തിഭവമോചിനീ ഖലൈ സുദുഷ്കരാസൗ സുതരാം ദുരാശിഷോ ഹി അസുംഭരായ നികൃതിഞ്ചുഷാസ്ത്രിയാം. ശ്ലോകം 54. നാത്വാദൃശീം പ്രണയിനീം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനിയയാ സ്വവിവാഹകാലേ പ്രാപ്താൻ നൃപാൻ അവിഗണയ്യ രഘോഹരോ മേ പ്രസ്താവിതോ നിജ ഉപശ്രുത തത്കഥസ്യ ത്വാദൃശീം പ്രണയിനീം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനി
യയാ സോ വിവാഹകാലേ പ്രാപ്താൻ നൃപാൻ അഭിഗണയ്യ രഘോഹര രഘോഹരഃ മേ പ്രസ്താവിതഃ ദ്വിജ ഉപശ്രുതഃ തത് കഥസ്യ സത്കഥസ്യ. മാനിനിഹേ മാന്യശീലെ ഗൃഹേഷു വീടുകളിൽ പ്രണയിനിയും പ്രിയമുള്ളവരായി ത്വാദൃശി നിന്നെ പോലുള്ള ഗൃഹിണിയും ഭാര്യയെ ന പശ്യാമി കാണുകയില്ല. അപ്പൊ നിഷ്കാമരും പ്രേമത്താൽ എന്നെ അനുസരിക്കുന്നവരും ഒരുപാട് പേരും ഉണ്ടെങ്കിലും നിനക്ക് സദൃശയായിട്ട് ആരുമില്ല എന്ന് ഭഗവാൻ രുക്മിണിയോട് പറയുകയാണ്. യാതൊരുത്തിയാൽ സ്വവിവാഹ കാലേ സ്വന്തം വിവാഹ സമയത്ത് പ്രാപിച്ചവരായ നൃപാൻ രാജാക്കന്മാരെ അവിഗണയ്യ ഗണിക്കാതെ കണ്ട് ഉപശ്രുത തത്കഥസ്യ കേൾക്കപ്പെട്ട സത്കഥയോടുകൂടിയ മേ എന്റെ അരികത്തേക്ക് രഘോഹരഹ സന്ദേശത്തെ കൊണ്ടുവരുന്നവനായ ദ്വിജക ബ്രാഹ്മണൻ പ്രസ്താവിത പുറപ്പെടുവിക്കപ്പെട്ടു. അപ്പോ നീയാണെങ്കിലോ നിന്റെ വിവാഹത്തെ ആഗ്രഹിച്ചുകൊണ്ട് വന്ന രാജാക്കന്മാരെ ഒട്ടും ആദരിക്കാതെ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് എന്നെ തന്നെ കിട്ടണമെന്ന് വിചാരിച്ച് ബ്രാഹ്മണൻ വഴി ലെറ്റർ കൊടുത്തയച്ചതാണ്. അപ്പൊ നിന്നെ പോലെ ഇത്രയും ഭക്തിയും പ്രേമവും ഉള്ള മറ്റൊരുത്തി എന്നെ സ്നേഹിക്കുന്നവരുടെ സംഘത്തിൽ ഇല്ല തന്നെ, നിശ്ചയം തന്നെ. അതിനു മുമ്പ് എന്നെ നീ കണ്ടിട്ടുമില്ല. എന്റെ കഥ കേട്ടാണ് നിനക്ക് എന്നിൽ അനുരാഗം തോന്നിയത്. ഞാ ത്വാദൃശീം പ്രണയിനീം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനി യയാ സ്വവിവാഹകാലേ പ്രാപ്താൻ നൃപൻ അവിഗണയ്യ രഘോഹരോ മേ പ്രസ്താവിതോ ദ്വിജ ഉപശ്രുത സത്കഥസ്യ. ശ്ലോകം 55. പ്രാദുർവിരൂപകരണം ഇതി നിർജിതസ്യ പ്രോദ്വാഹ പർവണി ച തദ്വധം അക്ഷഗോഷ്ഠ്യാം ദുഃഖം സമുദ്ധം അസഹോ അസ്മദയോഗഭീദ്യ നൈവാബ്രവീ കിമപി തേന വയം ജിതാസ്തേ പ്രാദുഃ വിരൂപകരണം യുധി നിർജിതസ്യ. യുധി യുദ്ധത്തിൽ നിർജിതസ്യ ജയിക്കപ്പെട്ടിരിക്കുന്ന പ്രാദുഹു നിന്റെ സഹോദരനായ തസ്യ അവന്റെ വിരൂപകരണത്തെയും പ്രോദ്വാഹ പർവണി വിവാഹ സമയത്തിൽ അക്ഷ ഗോഷ്ഠ്യാം ചൂതുകളി എന്ന സദസ്സിൽ വെച്ച്, അതായത് അനിരുദ്ധന്റെ വിവാഹ സമയത്ത് ചൂതുകളിയിൽ വെച്ച് തദ്വധം അവന്റെ വധത്തെയും അവളുടെ സഹോദരൻ രുക്മിയുടെ വധത്തെയും സമുദ്ഭവിച്ച ദുഃഖത്തെയും അസ്മാദയോഗഭീത്യ എന്നെ പിരിയുന്നതിലുള്ള ഭയത്താൽ അസഹക നീ സഹിച്ചു. കമപി ഒന്നും നയേവ അബ്രവീഹി പറഞ്ഞില്ല. തേന അതുകൊണ്ട് തേ നിന്നാൽ ഭയം ഞങ്ങൾ ജയിക്കപ്പെട്ടു. അതായത് ഞാൻ നിന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് അപഹരിച്ചു കൊണ്ടുവരുമ്പം യുദ്ധത്തിനായി നിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു, അവനെ ഞാൻ വിരൂപനാക്കി. പിന്നെ ചൂത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അനിരുദ്ധന്റെ വിവാഹ സമയത്ത് ചൂത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രുക്മിയും ബലരാമനുമാണ് ചൂത് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ബലരാമൻ എന്ത് ചെയ്തു? കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് രുക്മിയെ കൊന്നു. അപ്പൊ ആ ദുഃഖം മുഴുവനും നീ സഹിച്ചു. അപ്പൊ എന്റെ വിയോഗ ദുഃഖം വരുമോ എന്ന് വിചാരിച്ച് നീ എന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെയുള്ള നിന്റെ സഹനശക്തിയാലും സ്നേഹാധിക്യത്താലും ഞാൻ മാത്രമല്ല എന്റെ ജ്യേഷ്ഠനായ ബലരാമൻ, മാതാവ്, പിതാവ് മുതലായവർ കൂടി നിന്നാൽ ജയിക്കപ്പെട്ടവരായി ഭവിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല അവർ കൂടി പ്രേമപാശത്താൽ ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് അധീനനായിരിക്കുന്നു എന്ന് സാരം.
പ്രാതർവിരൂപകരണം ഇതി നിർജിതസ്യ പ്രോദ്വാഹപർവണി ച തത് വധം അക്ഷഗോഷ്ഠ്യാം ദുഃഖം സമുദ്ധമസഹോ അസ്മദ്യോഗഭീത്യ നൈവാബ്രവീ കിമപി യേന തേന വയം ജിതാസ്തേ. ശ്ലോകം 56. ദൂതസ്ത്വയാത്മലഭേന സുവിവിക്തമന്ത്ര പ്രസ്താവിതോ മയി ചിരായതി ശൂന്യമേതത് മത്വാജിഹാസ ഇതം അംഗമനന്യയോഗ്യം തിഷ്ഠേത തത്വയി വയം പ്രതിനന്ദയാമാം. ദൂതഃ ത്വയാ ആത്മലഭനെ സുവിവിക്തമന്ത്രഃ പ്രസ്താവിതഃ മയി ചിരായതി ശൂന്യം ഏതത്. ആത്മലഭനെ, ആത്മാവായ എന്റെ ലാഭത്തിൽ, മയി ഞാൻ, ചിരായതി താമസിച്ചിരുന്ന സമയത്തിൽ, ഏതത് ഈ ലോകത്തെ, ശൂന്യം ശൂന്യമായിട്ട് മത്വ വിചാരിച്ചിട്ട്, സുവിവിക്ത മന്ത്രഃ ഏറ്റവും പരിശുദ്ധമായ മന്ത്രത്തോടുകൂടിയ ദൂതഃ ദൂതൻ, ത്വയ നിന്നാൽ പ്രസ്താവിത അയക്കപ്പെട്ടു. അനന്യയോഗ്യം അന്യയോഗ്യമല്ലാത്ത ഇതം അംഗം ഈ ശരീരത്തെ ജിഗാംസ്യ ത്യജിക്കാൻ ഇച്ഛിക്കുന്നു. അത് തൊയ് നിന്നിൽ തിഷ്ഠേതയിരിക്കും. ഭയം ഞങ്ങൾ പ്രതിനന്ദിക്കുന്നു. അപ്പോൾ ഭഗവാൻ രുക്മിണിയെ ആശ്വസിപ്പിച്ച് പറയണം, എന്നെ ലഭിക്കണമെന്ന് നീ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു, കല്യാണ മുഹൂർത്തം അടുത്തു, എന്നിട്ട് ഞാൻ എത്തിയില്ല. അപ്പോൾ നീ ഉത്കണ്ഠയോടുകൂടി അങ്ങ് വരാതിരുന്നാൽ ഈ ശരീരം മറ്റൊരുവനും തൊടാൻ പോലും കൊടുക്കൂല. അങ്ങേ കൂടാതിരിക്കണമെങ്കിൽ ഈ ലോകം തന്നെ എനിക്ക് ശൂന്യമാണ്. അതിനാൽ ഞാൻ ഈ ശരീരത്തെ നിശ്ചയമായി ഉപേക്ഷിക്കും എന്ന് നീ ദൂതൻ വഴി എന്നെ അറിയിച്ചില്ലേ? അപ്പൊ എന്നിലുള്ള പരമപ്രേമം നിന്നിൽ അത്രയ്ക്ക് തന്നെ ഉണ്ട്. അതിന് തക്ക പ്രതിഫലം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുമില്ല. അപ്പൊ നിന്റെ പരിശുദ്ധമായ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അഭിനന്ദിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന് ഉള്ള പ്രതിഫലം തരാൻ എനിക്ക് സാധിക്കുന്നില്ല. ദൂതസ്ത്വയാത്മലഭേ സുവിവിക്ത മന്ത്ര പ്രസ്താവിതോ മയി ചിരായതി ശൂന്യമേതത് മത്വാജിഹാസൈമിതമംഗം അനന്യയോഗ്യം തിഷ്ഠേത തത്വയി വയം പ്രതിനന്ദയാമാം. ശ്ലോകം 57. ശ്രീശുകവാചാം ഏവം സൗരത സല്ലാഭേർ ഭഗവാൻ ജഗദീശ്വര സ്വരതോരമയാ രേമേ നരലോകം വിടംബയൻ. ഏവം സൗരത തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ജഗദീശ്വര ലോകനാഥൻ നരലോകത്തെ വിടംബൻ അനുകരിച്ചവനായി ഏവം ഇപ്രകാരം സൗരത സല്ലാപം സുരതയോഗ്യമായ സല്ലാപം കൊണ്ട് രമയ ലക്ഷ്മി ദേവിയോട് രമിച്ചു. അപ്പൊ അങ്ങനെ സുരത സുഖോചിതമായ സല്ലാപങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുക്മിണി ദേവിയോട് രമിച്ചു. സ്വരൂപാനന്ദത്താൽ നിമഗ്നനായിരിക്കുന്നവനായാൽ ഈ പ്രവൃത്തി കേവലം മനുഷ്യനാട്യത്തെ അനുസരിച്ചാണ്. ഭഗവാൻ ആത്മാരാമനാണ്, ആത്മാവിലാണ് രമിക്കുന്നത്. പിന്നെ മനുഷ്യനായി ജനിച്ചാൽ ഇതുപോലുള്ള സുഖങ്ങൾ അനുഭവിക്കുമല്ലോ. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഒരു നടനെ പോലെ ഇപ്പോ സ്റ്റേജിൽ വന്ന് ഓരോ നടന്മാർ പോലീസായിട്ടും കള്ളനായിട്ടും ഒക്കെ അഭിനയിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ അതാണോ? അയാൾ ആ വേഷം അങ്ങ് മാറ്റിയാൽ ആള് കള്ളനായിരിക്കുന്നോ ഏറ്റവും സത്യസന്ധനായിരിക്കും. അപ്പൊ അതുപോലെയാണ് മനുഷ്യനായി അവതാരം എടുത്തിരിക്കുന്നുണ്ട്. മനുഷ്യനാട്യങ്ങൾ ഞാൻ കാണിക്കുന്നുവെന്ന് മാത്രം. ശ്രീശുകവാച ഏവം സൗരത സല്ലാഭേർ ഭഗവാൻ ജഗദീശ്വര സ്വരതോരമയാ രേമേ നരലോകം വിടംബയൻ. ശ്ലോകം 58. തഥാന്യാസാമപി വിഭുർ ഗൃഹേഷു ഗൃഹവാനിക ആസ്ഥിതോ ഗൃഹമേധീയാൻ ധർമാം ലോക ഗുരുർ ഹരി. ലോകഗുരുഹു ലോകത്തിന്റെ ഗുരുവും വിഭുവും സർവവ്യാപിയുമായ ഹരിഹി കൃഷ്ണൻ അഥ അന്യാസാം അപി
അപ്രകാരം ഗൃഹീതമേതിന ഗൃഹ ആശ്രമത്തിൽ ഉചിതമായിരിക്കുന്ന ധർമ്മങ്ങളെ അന്യാസ അഭി മറ്റുള്ളവരുടെയും ഗൃഹേഷു ഭവനങ്ങളിൽ ഗൃഹവാനഭി ഗൃഹാശ്രമിയെ പോലെ ആസ്ഥിതം ആശ്രയിച്ചവനാണ്. അപ്പൊ ഭഗവാൻ എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവാണ്, പരിപൂർണ ആനന്ദ സ്വരൂപനാണ്. ലോകത്തിൽ ആശ്രമധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുനാഥന്റെ നിലയിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഉചിതമായിരിക്കുന്ന വിവിധ ധർമ്മങ്ങൾ മറ്റുള്ള ഭാര്യമാരുടെ ഗൃഹത്തിലും വസിക്കുന്നവനായി സാധാരണ ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ അംഗീകരിച്ചു. അപ്പോൾ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യൻ എന്തെല്ലാം ഭാവം കാണിക്കുന്നോ അതെല്ലാം ഭഗവാൻ കാണിക്കുന്നു. അല്ലാതെ ഭഗവാൻ വിഷയാസക്തനൊന്നുമല്ല, ഭഗവാൻ ആത്മാരാമനാണ്, വിരക്തനാണ്. ശ്രീശുഗോവാച ഏവം സൗരത സല്ലാഭേർ ഭഗവാൻ ജഗദീശ്വര സ്വരതോരമയ രേമേ നരലോകം വിടംബയൻ. ശ്ലോകം 58. തഥാന്യാസാമഭി വിഭുർ ഗൃഹേഷു ഗൃഹവാനിക ആസ്ഥിതോ ഗൃഹമേധീയാൻ ധർമാം ലോക ഗുരുർഹരിഹി. അപ്പോൾ ലോകഗുരു തഥാ അന്യാസാം അഭിവിഭുഹു ഗൃഹേഷു ഗൃഹവാൻ ഇവ ആസ്ഥിതഃ ഗൃഹമേദിനാൻ ധർമാൻ ലോകഗുരുഹു ഹരിഹി. ലോകഗുരു ലോകത്തിന്റെ ഗുരുവും വിഭുഹു സർവവ്യാപിയുമായ ഹരിഹി കൃഷ്ണൻ തഥാ അപ്രകാരം മേധിയാൻ ഗൃഹസ്ഥാശ്രമത്തിന് ഉചിതമായിരിക്കുന്ന ധർമ്മങ്ങളെ അന്യാസാമഭി മറ്റുള്ളവരുടെയും ഗൃഹേഷു ഗൃഹങ്ങളിൽ ഗൃഹവാനിവ ഗൃഹസ്ഥാശ്രമി എന്ന പോലെ ആസ്ഥിത ആശ്രയിച്ചവനായിരിക്കുന്നു. അപ്പൊ ഭഗവാൻ ആത്മാരാമനാണ്, പരിപൂർണ ആനന്ദ സ്വരൂപനാണ്. പക്ഷേ ലോകത്തിൽ ആശ്രമധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗുരുവുമാണ്. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിന് യോജിച്ച കർമ്മങ്ങൾ മറ്റു ഉള്ള ഭാര്യമാരുടെ ഗൃഹങ്ങളിലും വസിക്കുന്നവരായി സാധാരണ ഗൃഹസ്ഥ ആശ്രമി എന്ന നിലയിൽ അംഗീകരിച്ചു. അപ്പോൾ ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗൃഹധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അത് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തഥാന്യാസാമഭിവിഭുർ ഗൃഹേഷു ഗൃഹവാനിഹ ആസ്ഥിതോ ഗൃഹമേധീയാൻ ധർമാൻ ലോക ഗുരു ഹരിഹി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.